നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം സമാധാനത്തിനും ആക്റ്റീവായിട്ടുള്ള യുദ്ധത്തിനും ഇടയിൽ ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇറാനിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പീസ് പ്രപ്പോസൽ അമേരിക്കയിൽ പോയിരുന്നു. കാര്യമായ വ്യത്യാസമൊന്നുമില്ല, നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു രൂപം. അപ്പോൾ അമേരിക്ക ഔട്ട്റൈറ്റായിട്ട് അത് ഡിനൈ ചെയ്തു. പകരം അമേരിക്ക ഒരു പ്രപ്പോസൽ തിരിച്ചു വരെടുത്ത് കൊടുത്തു. അപ്പോൾ ഇറാനത് പരിഗണിക്കുന്നു എന്നൊക്കെ ഇന്നലെ വാർത്തകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അവരുടെ റിപ്ലൈ US കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്നറിയില്ല. എന്തായാലും ആ ഒരു പ്രോസസ്സ് അതിൻ്റെ ഇടയിലൂടെ പാകിസ്ഥാൻ വഴി നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അതിനിടയിലൂടെ ഹോർമുസിലെ വിഷയങ്ങൾ വളരെയധികം യുദ്ധസമാനമായി അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ട്രംപ് ഞായറാഴ്ച വൈകുന്നേരം പ്രോജക്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പരിപാടി പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസലനുസരിച്ച് അദ്ദേഹം പറയുന്ന ഏകദേശം ഒരു 2000-ഓളം ഷിപ്പുകൾ ഇപ്പോഴത്തെ ഈ ഹോർമുസ് ബ്ലോക്കേഡിൻ്റെ ഭാഗമായി രണ്ട് ഭാഗത്തുമായിട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലും ഗൾഫ് ഓഫ് ഒമാനിലുമായിട്ട് 2000-ഓളം ഷിപ്പുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ഏകദേശം 20,000-ഓളം ജോലിക്കാരുമുണ്ട്. ക്യാപ്റ്റൻ മുതൽ ഏറ്റവും താഴേക്കിടയുള്ള ജീവനക്കാർ വരെയുള്ള ആളുകളായിട്ട് ഏകദേശം 20,000-ഓളം ആളുകൾ ഈ ഷിപ്പുകളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യർ ഈ യുദ്ധത്തിൽ ഒരു തരത്തിൽ ഇടപെടാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അമേരിക്ക അവർക്ക് ഈ ഹോർമുസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള നേവൽ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. അപ്പോൾ അതിന് അദ്ദേഹം പേരിട്ടത് പ്രോജക്റ്റ് ഫ്രീഡം എന്നാണ്. അപ്പോൾ അമേരിക്കൻ നേവൽ ഷിപ്പുകൾ ഈ ഷിപ്പുകൾക്ക് എസ്കോർട്ട് കൊടുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും ഇറാൻ പറഞ്ഞു, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഒരു ഷിപ്പും ഒരു വിദേശ നൗകയും ഹോർമുസ് കടലിടുക്കിനെ സമീപിക്കരുത്. ഇറാനുമായി ബന്ധപ്പെട്ട പെർമിഷൻ വാങ്ങാതെ ഏതെങ്കിലും ഒരു നൗക അല്ലെങ്കിൽ കപ്പൽ ഈ ഹോർമുസ് കടലിടുക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിനെ ആക്രമിക്കും എന്ന വാക്ക് ഉപയോഗിച്ചില്ല, ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. അത് ഇൻ്റർനാഷണൽ ന്യൂസായിട്ട് വന്നു. വാസ്തവത്തിൽ ഇറാൻ ശ്രമിക്കുന്നത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ബന്ദികളാക്കി വെച്ചുകൊണ്ട്, ലോകത്തിലെ രാജ്യങ്ങളെ ബന്ദികളാക്കി വെക്കുക എന്നാണ് ഗൾഫ് എന്ന് പറയുന്ന റീജിയൻ, ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലമാണ്. ആ സ്ഥലങ്ങളിലൂടെ കടന്നു പോകാൻ വന്ന കപ്പലുകളെ പിടിച്ചു വയ്ക്കും. അങ്ങനെ പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവനായും ബന്ദികളാക്കുകയാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ ബന്ദിയാക്കി അമേരിക്കയോട് ബാർഗെയിൻ ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഇറാൻ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇറാൻ പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഷിപ്പുകൾ കടന്നു പോകരുത്, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ വന്നതിന് ശേഷം കുറച്ച് ഷിപ്പുകൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ നേവൽ സഹായത്തോടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എന്തായാലും നേവൽ ഷിപ്പുകൾ സമീപിക്കുന്നു. അമേരിക്കയുടെ നേവിയുടെ അറ്റാക്കിംഗ് ഷിപ്പുകൾ ഹോർമുസ് കടലിലേക്ക് സമീപിക്കുന്നു. അപ്പോൾ ഇറാൻ വാൺ ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ കാച്ചുകളയെന്ന് പറഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇറാനിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട്, അമേരിക്കയിൽ നിന്ന് വന്ന ഷിപ്പുകൾക്കെതിരെ ഞങ്ങൾ മിസൈലുകൾ അയച്ചു എന്ന് വാർത്താ ഏജൻസി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഇർണ എന്ന് പറഞ്ഞൊരു വാർത്താ ഏജൻസി പറഞ്ഞു 2 മിസൈലുകൾ അമേരിക്കൻ ഷിപ്പിൻ്റെ മേലെ വീണു. എന്തായാലും ഇവരുടെ മിസൈൽ അറ്റാക്ക് കൊണ്ട് അമേരിക്കൻ വാർഷിപ്പുകൾ തിരിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇറാൻ്റെ വാർത്താ ഏജൻസികൾ പറഞ്ഞത്. നേവി ഡിസ്ട്രോയേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽപ്പെടുന്ന വെസൽസാണ് അമേരിക്കയിൽ നിന്ന് വന്നത്. അപ്പോൾ എന്തായാലും അമേരിക്ക അത് ഡിനൈ ചെയ്തു. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് അറ്റാക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ നേവൽ ഷിപ്പുകളും പിന്നെ അമേരിക്കൻ കാർഗോ ഷിപ്പുകളും ഹോർമുസ് കടലിലൂടെ ഫ്രീ ആയിട്ട് കടന്നുപോയി എന്ന് അമേരിക്ക ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരുന്നുണ്ട്. അതിനിടയിലൂടെ ഇറാൻ പറഞ്ഞു, ഏതെങ്കിലും ഷിപ്പുകൾ കടന്നുപോയാൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന നിലയിലുള്ള പിന്നീടൊരു പ്രഖ്യാപനം വന്നു. ആദ്യം പറഞ്ഞു കടന്നു പോയത് പെർമിഷൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഇത് കടന്നു പോകരുത്. അപ്പോൾ ട്രംപ് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ നേരിടാൻ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കിത് ഫോഴ്സ്ഫുള്ളായിട്ട് നേരിടേണ്ടി വരും. ഞങ്ങൾ ശക്തി ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദറ്റ് വി ഹാവ് ടു ഡെൽറ്റ് വിത്ത് ഇറ്റ് ഫോഴ്സ്ഫുള്ളി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഞങ്ങൾക്കതല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങളതിനെ തടയാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്ന ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്തായാലും ഇന്നലെ അതിലെ ഷിപ്പുകൾ കടന്നു പോയിട്ടുണ്ട്. നേവി ഡിസ്ട്രോയർ, US-ൻ്റെ നേവി ഡിസ്ട്രോയർ കടന്നു പോയിട്ടുണ്ട്. കൂടാതെ അമേരിക്കൻ ഫ്ലാഗ്ഡായിട്ട് 2 മർച്ചൻ്റ് ഷിപ്പുകളും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൂടാതെ അതിൻ്റെ കൂടെ കുറേ ഷിപ്പുകളും കടന്നു പോയിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഡീറ്റെയിൽസ് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു കൊറിയൻ ഷിപ്പും ഒരു UK ഷിപ്പും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. UK ഫ്ലാഗ്ഡായിട്ടുള്ളൊരു ഷിപ്പ് ഓയിൽ ടാങ്കറാണ്.
അത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യമായ പരിക്കില്ല എങ്കിൽ പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കൊറിയയുടെ ഒരു ഷിപ്പും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം യു എസിൻ്റെ ഈ ഷിപ്പുകൾ കടന്നുപോയ സമയത്ത് ട്രംപ് പറയുന്നു, വി ഹാവ് ഷോട്ട് ഡൗൺ 7 സ്മോൾ ബോട്ട്സ് ഓർ ആസ് ദേ ലൈക്ക് ടു കോൾ ദം ഫാസ്റ്റ് ബോട്ട്സ്. ഇറ്റ്സ് ഓൾ ദേ ഹാവ് ലെഫ്റ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ കടന്നുപോയ സമയത്ത് ഇവരുടെ ഈ കുഞ്ഞ് 6-7 ബോട്ടുകൾ അതിലെ വന്നായിരുന്നു, സ്മാൾ ബോട്ട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരതിനെ സ്പീഡ് ബോട്ട് എന്നൊക്കെ വിളിക്കുന്നത്. ചുമ്മാ എലി പോലത്തെ സാധനം എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് 6 എണ്ണം വന്നു, അത് ഞങ്ങൾ വെടിവെച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരതിനെ ഫാസ്റ്റ് ബോട്ടെന്നോ ഏതാണ്ട് വിളിക്കുന്നത്. അങ്ങനത്തെ സാധനമൊന്നുമല്ല, അത് വെറും സാധാരണ ബോട്ടുകളാണ് എന്നിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചത്. വലിയൊരു ആക്രമണം ഉണ്ടായി എന്ന രീതിയിലല്ല, ഏതോ ഒരു 6-7 ബോട്ട് വന്നു, ഞങ്ങളതിനെ മുക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇറാൻ അത് അവർ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് അതിനെ മുക്കിയിട്ടുള്ളതെന്നും യു എസ് മിലിറ്ററി സെഡ് ഇറ്റ് ഹാഡ് യൂസ്ഡ് ഹെലികോപ്റ്റേഴ്സ് ടു അറ്റാക്ക് ദ ബോട്ട്സ്. ഈ ബോട്ടുകളെ മുക്കാൻ വേണ്ടി ഹെലികോപ്റ്ററുകൾ, ഈ നേവൽ ഡിസ്ട്രോയറിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ഈ ചെറിയ ബോട്ടുകളെ തകർത്തതെന്ന് അമേരിക്കൻ നേവി, യു എസ് മിലിറ്ററി പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പം ട്രംപ് പറയുന്നത് ഇവരുടെ ഈ കുഞ്ഞു ബോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ, വേറെ ഒരു സാധനമില്ല. അത് 5-6 ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് തീർത്ത് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വടിച്ച് മാറ്റിക്കളയാം എന്നുള്ളൊരു ലെവലിലാണ് ട്രംപ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം ഇറാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഞങ്ങളുടെ സ്പീഡ് ബോട്ടുകളെ ഒന്നും ആരും തൊട്ടിട്ടില്ല, അവരുടെ ഭയങ്കര സ്പീഡുള്ള ബോട്ടാണ്, അത് ഭയങ്കര സ്പീഡ് ബോട്ടുകളൊന്നും ഒരാളും തൊട്ടിട്ടില്ല. പിന്നെ അവിടെ ഞങ്ങളുടെ 2 ചെറിയ കാർഗോ ഷിപ്പുകളെ അവർ വെടിവെച്ച് തകർത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 5 സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹമാസിൻ്റെ, ഹിസ്ബുള്ളയുടെ, ഈ IRGCക്ക് ഒരു ഭാഷയുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് മരിക്കുന്നവരെല്ലാം ഒന്നുകിൽ പെണ്ണുങ്ങളായിരിക്കും, അല്ലെ കുഞ്ഞുങ്ങളായിരിക്കും. ഇവിടെ ഈ കടലിനകത്ത് പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത് സിവിലിയനാണ്. കടലിനകത്ത് സിവിലിയൻ എന്തോന്നാ കാര്യം. അപ്പോൾ ഇവർ പറയുന്നത് കാർഗോ ഷിപ്പ് മുക്കി അതിനകത്ത് സിവിലിയൻ മരിച്ചുപോയി എന്നാണ്. ഇവരുടെ സ്പീഡ് ബോട്ടുകൾ തന്നെയാണ് തകർന്നത്, അതിനകത്ത് മരിച്ചുപോയത് IRGCയുടെ പട്ടാളക്കാരാണ്. അത് പറയാനുള്ള മര്യാദ അവർക്കില്ല. അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങളുടെ കാർഗോ ഷിപ്പ് മുക്കിയിട്ടുണ്ട്. വെറുതെ വഴിയെ പോകുന്ന കാർഗോ ഷിപ്പിനെ മുക്കാതിൻ്റെ അമേരിക്ക തലയ്ക്കോളം ഉണ്ടല്ലോ. അപ്പം കാർഗോ ഷിപ്പിനെ മുക്കിയിട്ടുണ്ട്. അങ്ങനെ 2 മുക്കിയിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ 5 പേര് മരിച്ചിട്ടുണ്ട്. കാർഗോ ഷിപ്പിനകത്ത് 5 പേരാണോ സ്റ്റാഫ് ഉണ്ടാവുക? കാർഗോ ഷിപ്പിൽ ധാരാളം ഒരുപാടധികം ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്പീഡ് ബോട്ടുകളെ മുക്കി എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്തായാലും ഈ പറയുന്ന പ്രോജക്റ്റ് ഫ്രീഡം എന്ന് പറയുന്ന ഈ അനൗൺസ്മെൻറ്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടെ തന്നെ ഇറാന് കാര്യം മനസ്സിലായി, ഹോർമുസ് ഫ്രീ ആകുമ്പോഴാണ്. അപ്പോൾ അത് ഫ്രീ ആയി കഴിഞ്ഞാൽ അവരുടെ പിടുത്തായും. കാരണം അവർ ആ കഴുത്ത് ഞെക്കി പിടിച്ചുകൊണ്ട് ലോകത്തെ മൊത്തം ശ്വാസം മുട്ടിച്ചാണ് ഈ കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഹോർമുസ് ട്രംപ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ പിടുത്തം വിട്ടു. അപ്പം ഇറാൻ്റെ പോർട്ടുകൾ മുഴുവൻ ഓൾറെഡി അണ്ടർ ബ്ലോക്കാണ്. അമേരിക്ക അത് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊന്നും നടക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എവിടെ നിന്നൊക്കെ ഒളിച്ച് ഓരോ ഷിപ്പുകൾ അവർ കടത്തുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ഷിപ്പുകളെ അമേരിക്ക കടലിലിട്ട് പിടിക്കുന്നുമുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ബാക്കിയുള്ളവരെ മുഴുവനും കൂടി തടഞ്ഞു വെച്ചുകൊണ്ട് അവർക്കിത് മൊത്തം ഓപ്പണാക്കി എടുക്കാൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അത് ഫെയിലാവാൻ പോകുന്നു എന്ന് മനസ്സിലായി ഉടനെ അവരടുത്ത് പണിയെടുത്തു. അവരുടനെ കുറേ മിസൈൽ എടുത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ അയച്ചു. 2 എടുത്ത് ഒമാനിലേക്ക് വിട്ടു. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇന്നലെ 12 ബാലിസ്റ്റിക് മിസൈൽസ് എത്തിയിട്ടുണ്ട്. 3 ക്രൂസ് മിസൈൽസ് എത്തിയിട്ടുണ്ട്. 4 ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. ഇത് എല്ലാം ഇസ്രായേൽ കൊടുത്തിട്ടുള്ള അയൺ ഡോം സിസ്റ്റം ഉപയോഗിച്ച് UAE തടഞ്ഞിട്ടുമുണ്ട്. ഇസ്രായേലിൽ നിന്ന് പുതിയ അയൺ ഡോം സിസ്റ്റങ്ങൾ അവർ ഇപ്പോഴത്തെ ഈ വെടിനിർത്തലിൻ്റെ സമയത്ത് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അതുപയോഗിച്ച് ഈ ബാലിസ്റ്റിക് മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണിനെയൊക്കെ അവർ തടുത്തു. പക്ഷേ ഫിജിറ എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്, അത് വാസ്തവത്തിൽ ഹോർമുസിന് പുറത്താണ്. നമുക്കറിയാവുന്ന ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ തൊട്ട് അറ്റത്തെ ഭാഗത്ത് ഒമാനാണെങ്കിൽ ഇവിടെയുള്ളത് ഇറാനാണ്, ഇവിടെയുള്ളത് ഒമാനാണ്. ഒമാൻ്റെ തൊട്ട് പുറകിൽ UAE ഉണ്ട്. അപ്പോൾ UAEക്ക് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. ആ ഗൾഫ് ഓഫ് ഒമാനിലുള്ള ഡയറക്റ്റ് ആക്സസിലാണ് ഈ ഫിജിറ എന്ന് പറയുന്ന പോർട്ടൽ. അതായത് ഈ ഹോർമുസ് കടലിലേക്ക് കഴിഞ്ഞിട്ടാണ്. ആ പോർട്ടൽ കൊണ്ടുപോയിട്ട് ഇറാൻ ആക്രമിച്ചു. ഇത് ഹോർമുസിന് പുറത്തുള്ള സ്ഥലത്ത് ആക്രമിച്ചു. 2 വിഷയങ്ങളാണ്. ഒന്ന്, അവിടെ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. 2, ഇറാൻ്റെ കടുത്ത അസൂയ. കാരണം ഈ ഹോർമുസ് ബ്ലോക്കേഡ് വന്നാലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് അവിടുന്ന് ഓയിൽ വെക്കാൻ സാധിക്കും. അപ്പം ലോകത്തെ സംബന്ധിച്ച് അതൊരു വലിയ എന്താ പറയുക, ഒരു ലൈഫ് ലൈൻ ആയിരുന്നു. കാരണം അവിടുന്ന് കിട്ടുന്ന ഓയിൽ ഈ ഹോർമുസ് കടലിലേക്ക് ബ്ലോക്ക് ഉള്ളപ്പോഴും അവിടുന്ന് ഓയിൽ കിട്ടും. കാരണം ഇത് ഗൾഫ് ഓഫ് ഒമാനിലാണ്, ഓപ്പണാണ്. അപ്പോൾ അവിടുന്ന് ഓയിൽ നിറയ്ക്കുന്ന സ്ഥലത്ത് ഇന്നലെ ആക്രമണം ഉണ്ടായി. 3 പേർക്ക് കാര്യമായ പരിക്ക് പറ്റി. നിർഭാഗ്യവശാൽ അത് 3 ഇന്ത്യക്കാരാണ്. ഇന്ത്യ ഇതുവരെ ഉപയോഗിക്കാത്ത കടുത്ത ഭാഷ ഉപയോഗിച്ച് ഇന്നലെ ഇറാനെ അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനു മുമ്പും ഇന്ത്യക്കാർക്ക് മുറിവ് പറ്റിയിരുന്നു. പക്ഷേ ഇന്ത്യ ഇത്രയും കടുത്ത ഭാഷ ഇതുവരെ ഇറാന് നേരെ ഉപയോഗിച്ചിരുന്നില്ല.
ഒരുപക്ഷെ ഇന്ത്യയുടെ നയമാറ്റത്തിൻ്റെ ഒരു ലക്ഷണമായി അതിനെ മാധ്യമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഇറാൻ്റെ ഭാഗത്ത് ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ കളിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഡൽഹിയിൽ ബലപ്പെട്ടു വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇറാൻ്റെ അടുത്ത കാലത്തുള്ള പല പ്രസ്താവനകളും ഇന്ത്യയോട് അൺഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അവർ ഇവിടെയുള്ള അംബാസഡർ തേനും പാലും ഒഴിപ്പിക്കുമ്പോഴും IRGCയുടെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യയുടെ നേരെയുള്ള പ്രതികരണങ്ങൾ നല്ല രീതിയിലുള്ളതല്ല. അതുകൊണ്ടായിരിക്കും ഇന്ത്യ അത്രയും ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. തങ്ങളുടെ ആളുകൾക്ക് മുറിവ് പറ്റി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നാണ് ഇന്ത്യ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിനിടയിലൂടെ ഒമാനിലും ആക്രമണം ഉണ്ടായി. ഇന്നലെ ഒമാനിൽ ഒരു സാധാരണ ബിൽഡിങ്ങിൽ ഒരു സിവിലിയൻ ബിൽഡിങ്ങിൽ മിസൈൽ വീണ്, ക്രൂസ് മിസൈൽ വീണ് 2 പേർക്ക് ഗൗരവതരമായി പരിക്കേൽക്കുകയുണ്ടായി. അപ്പോൾ ഇവർ ഈ ഒരു 4 ദിവസം മുൻപാണ് ഇറാൻ പറഞ്ഞത്, ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക, നമുക്ക് അമേരിക്കനെ ഇവിടുന്ന് പായിക്കാം, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് സംരക്ഷിച്ചോളാം. ഇതാണ് സംരക്ഷണത്തിൻ്റെ രീതി. അമേരിക്ക ഇവർക്കിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ആദ്യം അടി കിട്ടുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ഒമാനും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. ആ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാമെന്നാണ് ഈ ഇറാൻ കഴിഞ്ഞ ദിവസം വാഗ്ദാനം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ എന്തായാലും ഈ ടെൻഷൻ കൂടി വരികയാണ്. അപ്പോൾ ഇസ്രായേൽ പറയുന്നു ദേ ആർ ഓൺ റെഡ് അലേർട്ട്. അവർ റെഡ് അലേർട്ടിലാണ്. കാരണം ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ ബോട്ടുകൾ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ മിസൈലുകൾ വീണു എന്ന വാർത്തയും കേട്ടതോടെ ഇസ്രായേൽ മിലിറ്ററി ഏതു നിമിഷവും ഇറാനെ ആക്രമിക്കുവാനുള്ള ഹയസ്റ്റ് അലേർട്ടിലാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആർമി അവർ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും ഇതൊരു ക്ലാഷിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിലൂടെ പീസ് പർപ്പസ് നടക്കുന്നുമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു പക്ഷേ ട്രംപ് ഒരു പ്രഷർ ടാക്ടീസ് എന്ന നിലയിൽ ഹോർമുസ് കടലിടുക്ക് ബലമായി തുറക്കാൻ ശ്രമിക്കുന്നതാവാം. കാരണം പീസ് പ്രപ്പോസലുകൾ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇവർ ഈ ഹോർമുസ് കടലിടുക്ക് ബലമായി തുറന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ സർവ്വ പിടിയും തീരും. യുദ്ധമുണ്ടായില്ലെങ്കിൽ പോലും ഇറാനെ കൊണ്ട് അത് അടയ്ക്കാൻ സാധിക്കുന്ന ലക്ഷണമൊന്നുമില്ല. കാരണം അമേരിക്കൻ നേവി ഉസാറായിട്ട് അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ കുഞ്ഞു ബോട്ട് വെച്ചൊന്നും അമേരിക്കൻ നേവിയെ തടുക്കാൻ അവർക്കാവില്ല. പരിക്കുകളുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല, പരിക്കുകളുണ്ടായേക്കാം. ഒരുപക്ഷെ ഡിസ്ട്രോയേഴ്സ് ഏതെങ്കിലും ഒരെണ്ണം മുക്കപ്പെടുക പോലും ചെയ്തേക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ്റെ കാര്യം പോക്കാണ്. മുക്കാതിരുന്നാൽ അവർക്ക് നല്ലത്. കാരണം അമേരിക്കയ്ക്ക് ഇതുവരെ ചോരയൊലിക്കത്തിന് മുറിവുണ്ടാക്കാൻ ഇറാനെ കൊണ്ട് പറ്റിയിട്ടില്ല. അത്തരത്തിലൊരു മുറിവുണ്ടാക്കാൻ ഇറാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് ഇറാൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇമാതിരിയുള്ള അടിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു കാര്യത്തിന് അവർ നിൽക്കുകയില്ല എന്നൊരു ധൈര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഈ ഹോർമുസ് കടലിടുക്ക് ബലമായി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഈ ദിവസങ്ങളിൽ ഇവോൾവ് ചെയ്ത് വരത്തേ ഉള്ളൂ. അതിന് ബിഗിനിങ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി എത്രത്തോളം ഈ ഷിപ്പുകളെല്ലാം ഇപ്പോൾ ദുബായ്, ഈ പേർഷ്യൻ ഗൾഫിലുള്ള ഷിപ്പുകളെല്ലാം കൂടി ദുബായ് ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അതിനിടയിലൂടെ ഇറാൻ്റെ ഒരു പോർട്ടിൽ, സൗതേൺ മോസ്റ്റ് എൻഡിലുള്ള ഒരു പോർട്ടിൽ വലിയ തീപിടുത്തമുണ്ടായതായും ഇറാൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയ തീപിടുത്തമാണ്. നിരവധി കാർഗോ ഷിപ്സിന് തീപിടിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇറാൻ്റെ സൗതേൺ മോസ്റ്റ് എൻഡിലുള്ളതാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം അന്വേഷിച്ച് വരുന്നുള്ളൂ. കാരണം ആ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ. ഇസ്രായേലിന് അതിൽ ഒരു പങ്കും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വേണം വിചാരിക്കാൻ. കാരണം പോർട്ടിനകത്താണ് തീ നടന്നിട്ടുള്ളത്. അത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഒരു വലിയ ടെൻഷനിലേക്കാണ് നീങ്ങുന്നത്. ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ രൂപം ഒന്നുകിൽ ഇത് സമാധാനത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ അടുത്ത 3ാമത്തെ ഇറാൻ അറ്റാക്കിലേക്ക് എത്തും. അത് രണ്ടിലൊന്ന് ഉറപ്പാണ്. ഈ ആഴ്ച കൊണ്ട് അത് ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് നമുക്ക് ഇതിൻ്റെ നീക്കങ്ങൾ കണ്ടിട്ട് തോന്നുന്നത്.